നിറവിലേക്ക് സ്വാഗതം. ദൈവം മഹത്വപ്പെടുന്നത് നമ്മുടെ പ്രവർത്തന മികവ് കൊണ്ടല്ല, മറിച്ച് നാം ദൈവ തിരുമനസ്സിന് സ്വയം സമർപ്പിക്കപ്പെടുന്നതിനാലും ദൈവത്തോട് ഐക്യപ്പെടുന്നതിനാലും അത്രേ. വിശുദ്ധ യോഹന്നാൻ ക്രൂസിന്റെ വാക്കുകളാണിത്. ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവിലേക്ക് പ്രവേശിക്കാം. ടെസ്ലിൻ ഷാജിയുടെ മനോഹരമായൊരു ഗാനം കേൾക്കാം, ആസ്വദിക്കാം. Che
തോട്ട്സ് ഫോർ ലൈഫിൽ ഇന്ന് നമ്മോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ബോണി ചെല്ലാനമാണ്. പിരിയാൻ സാധിക്കാത്ത അനുഭവം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഈ വിഷയമാണ് അദ്ദേഹം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. ബ്രിട്ടീഷ് കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തകർന്നു വീണ ടൈറ്റാനിക് നമുക്കെല്ലാവർക്കും അറിയാം. 1912 ഏപ്രിൽ 14 രാത്രിയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ടൈറ്റാനിക് തകർന്നു പോകുന്നു. 2020ഓളം യാത്രക്കാർ. വേണ്ടത്ര രക്ഷാബോട്ടുകൾ ഇല്ലാതിരുന്നതുകൊണ്ടും കപ്പലിൽ നിന്ന് അയച്ച മെസ്സേജ് എത്തേണ്ടിടത്ത് എത്താതിരുന്നതുകൊണ്ടും 1500ഓളം യാത്രക്കാരാണ് മരണത്തിലേക്ക് പോയത്. നമ്മൾ ആ കഥ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞയിടെ ആ കപ്പലിലുണ്ടായിരുന്ന മരണത്തിലേക്ക് പോയ 1500 യാത്രക്കാരിൽ ഒരാളായ മഹത്വമേറിയ സ്ത്രീയായ ഇസിദോർ സ്ട്രൗസ് എന്ന് പറയുന്ന ആ മഹാസ്ത്രീരത്നത്തെക്കുറിച്ച് വായിച്ചു. അവരും ഭർത്താവ് സ്ട്രൗസും ആ കപ്പലിലുണ്ടായിരുന്നു. കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചപ്പോൾ, അപകടത്തിലായപ്പോൾ രക്ഷാബോട്ടുകളിലേക്ക് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കയറ്റിവിടാനായിട്ട് മുൻനിരയിൽ നിന്ന ദമ്പതികൾ ഇസിദോർ സ്ട്രൗസ്. വളരെയധികം ആത്മസംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിൽ ഒട്ടും മനക്കരുത്ത് നഷ്ടപ്പെടാതെ ധൈര്യസമേതം ആ സ്ത്രീയും അവരുടെ ഭർത്താവും ഓരോരുത്തരെയായി രക്ഷാബോട്ടുകളിലേക്ക് കയറ്റി. വല്ലാത്തൊരു നിമിഷമാണത്. കപ്പലിലേക്ക് പാഞ്ഞു കയറി വരുന്ന ജലപ്രവാഹം. ആ നിമിഷത്തിൽ സ്വയം രക്ഷപ്പെടാൻ നോക്കാതെ അവർ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഓരോ ബോട്ടിലേക്ക് കടത്തിവിട്ടു. ഓരോ ബോട്ടും ആള് തിങ്ങി നിറഞ്ഞുമ്പോൾ കപ്പലിൽ നിന്ന് ദൂരത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. അവർ തീരം തേടി യാത്ര ചെയ്തിരുന്നു. അല്ല, അവർ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴും കപ്പലിലുള്ളവർ മരണത്തോടടുത്തുകൊണ്ടിരുന്നു. അവസാനത്തെ രക്ഷാബോട്ടിൽ ഇനി ഒരു ബോട്ട് മാത്രമേ ഉള്ളൂ. അനേകം ആളുകൾ ആ കപ്പലിലുണ്ട്. അവസാനത്തെ രക്ഷാബോട്ടിൽ ഇസിദോറിൻ്റെ ഭർത്താവ് സ്ട്രൗസ് അവരെ നിർബന്ധിച്ച് കയറ്റി. ഇനി ഇത് മാത്രമേ ഉള്ളൂ, നീ വേഗം കയറുക. നിർബന്ധിച്ച് കപ്പലിൽ നിന്ന് ബോട്ടിലേക്ക് അവരെ കയറ്റി. ബോട്ട് കപ്പലിൽ നിന്ന് വിടാൻ സമയമായപ്പോൾ ആ സ്ത്രീ ഇസിദോർ ചാടി വീണ്ടും കപ്പലിലേക്ക് കയറി. അവസാനത്തെ ബോട്ടിൽ രക്ഷപ്പെടാനുള്ള ചാൻസ് അവർ സ്വയം വേണ്ടെന്ന് വെച്ചു. ഭർത്താവ് നിർബന്ധിച്ചിട്ടും അവർ തിരിച്ച് കപ്പലിലേക്ക് കയറി. തിരിച്ചു വന്നവർ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇത്രയും നാളും നമ്മൾ ഒരുമിച്ച് ജീവിച്ചതല്ലേ, ഇനി അങ്ങ് പിരിഞ്ഞു പോകാൻ മനസ്സനുവദിക്കുന്നില്ല. അങ്ങ് പോകുന്നിടത്തേക്ക് ഞാനും വരിക. അങ്ങനെ അവർ ഒരുമിച്ച് ആ ടൈറ്റാനിക് കപ്പലിൽ തീരുകയാണ്. പ്രിയമുള്ളവരെ, ഒരിക്കലും പിരിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിൽ ഞാനും കൂടെയുണ്ട് എന്ന് പറയാൻ തോന്നുന്നത് എപ്പോഴാണ്? സ്നേഹവും അഭിനന്ദനവും പ്രോത്സാഹനവും കിട്ടുമ്പോഴല്ലേ. എത്ര വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു, ഇനി മരിക്കുന്നതും ഒരുമിച്ച് എന്ന് പറയാൻ ആ സ്ത്രീയെ പ്രേരിപ്പിച്ചത് എന്താണ്? നിറഞ്ഞ സ്നേഹവും നിറഞ്ഞ പ്രോത്സാഹനവുമാണ്. നമ്മുടെ നാളുകളിൽ പിരിയാൻ വെമ്പൽ കൊള്ളുകയും പിരിഞ്ഞു പോകുന്ന ദമ്പതികളുടെ എണ്ണം കൂടുകയും ചെയ്യുമ്പോൾ ഈ സംഭവം നമ്മളെ ചിന്തിപ്പിക്കണം. പ്രോത്സാഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കുറവാണ് അകലാൻ പ്രേരിപ്പിക്കുന്നത്. എവിടെ സ്നേഹത്തിൻ്റെ നിറവുണ്ടോ, പ്രോത്സാഹനമുണ്ടോ, പിന്നെയും പിന്നെയും അടുക്കാനാണ് ആഗ്രഹിക്കുക. മരണത്തോളം ഒരുമിച്ച് ആയിരിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഒരു പങ്കുവെക്കലിൻ്റെ കഥ ഓർമ്മ വരികയാണ്. മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു നല്ല മോട്ടിവേഷണൽ പ്രീച്ചറുടെ ഭാര്യ. ആ സ്ത്രീ പറയുകയാണ്, അദ്ദേഹം നന്നായിട്ട് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യും. പക്ഷേ ഞാൻ വിഷമത്തോടെ ഒരു സങ്കടം പറയട്ടെ, വീട്ടിൽ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാമല്ലോ,
എന്നോടൊരു നല്ല വാക്ക് പറയാമല്ലോ, അതൊരിക്കലും ഞാൻ കേട്ടിട്ടില്ല. എത്ര വലിയൊരു പരാജയമാണത്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു വാക്കുകൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ഒരു സ്പർശനം കൊണ്ടൊക്കെ എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു പരാജയമല്ലേ? എൻ്റെ വീട്ടിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ചേർത്ത് പിടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുമ്പോൾ അവർക്കെങ്ങനെയാണ് എന്നിൽ നിന്ന് ദൂരെ പോകാൻ കഴിയുക? എങ്ങനെ പിരിയാൻ തോന്നും? നമുക്ക് വേണ്ടത് സ്നേഹവും പ്രോത്സാഹനവുമാണ്. പ്രിയമുള്ളവരെ, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. എന്നാൽ ഒരല്പം തിരുത്തി പറയട്ടെ, കുറച്ച് കുറവുകളുള്ളവരെ കൂടുതൽ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം. കുറച്ച് കഴിവ് കുറഞ്ഞ, സൗന്ദര്യം കുറഞ്ഞ, കുറച്ച് വേഗത കുറഞ്ഞ ഭാര്യയെ കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് പിടിക്കണം, കുറച്ചുകൂടി കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. കുറച്ച് കഴിവ് കുറഞ്ഞ, ചിലപ്പോൾ ഇത്തിരി ബാധ്യതകളൊക്കെ വെച്ച് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് വല്ലാതെ പരിഭ്രമിച്ച് നിൽക്കുന്ന, ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് വല്ലാതെ വിഷമിക്കുന്ന, സാമ്പത്തിക ബാധ്യതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഭർത്താവിനെ കൂടുതൽ ചേർത്ത് പിടിക്കണം. അപ്പോഴാണ് നിങ്ങൾ അവർക്ക് വിലപ്പെട്ടതായി തീരുക. എന്തു തോന്നുന്നു നിങ്ങളുടെ ദാമ്പത്യത്തെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്? മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, സ്നേഹിക്കുന്ന ജീവിതമാണോ നമ്മുടേത്? നമ്മുടെ വീട്ടിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും കരുതാനും ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയുന്നുണ്ടോ? എപ്പോൾ അവരെ സ്നേഹം കൊണ്ട് നിങ്ങൾ വീർപ്പ് മുട്ടിക്കുന്നു, എപ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ കൂടെ ചേർത്ത് നിർത്തുന്നുണ്ടോ, പിന്നീട് ഒരിക്കലും അവർക്ക് നിങ്ങളെ പിരിയാൻ തോന്നുന്നില്ല. അത്രമാത്രം ചേർത്ത് പിടിക്കാനുള്ള വിളിയാണ് നമുക്ക്. ഇതെവിടെന്നാണ് പഠിക്കുന്നത്? ക്രിസ്തുവിൽ നിന്ന് തന്നെ. താൻ വളർത്തിക്കൊണ്ടുവന്നവർ, താൻ ഫോർമേഷൻ കൊടുത്ത് കൂടെ വർഷങ്ങളോളം കൊണ്ടു നടന്ന ശിഷ്യന്മാർ ഒറ്റ കൊടുത്തപ്പോഴും തള്ളിപ്പറഞ്ഞപ്പോഴും ഇട്ട് ഓടിപ്പോയപ്പോഴും അവരെല്ലാം എൻ്റെ ശിഷ്യന്മാരാണ് എന്ന് തന്നെയാണ് ക്രിസ്തു പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത്. അവരെ എനിക്കറിയില്ല എന്ന് ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല. ശിഷ്യന്മാർ പറഞ്ഞു എനിക്ക് അവനെ അറിയില്ല എന്ന്. അപ്പോഴും ഇവരെല്ലാവരും എൻ്റെ ശിഷ്യരാണ് എന്ന് തന്നെയാണ് ക്രിസ്തു പറഞ്ഞുകൊണ്ടേയിരുന്നത്. പ്രിയമുള്ളവരെ, അതാണ് അവൻ്റെ മഹത്വം. അത് തന്നെയാണ് ഈ 2000 വർഷമായിട്ടും വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിൽ അനേകായിരങ്ങൾ, അല്ല കോടാനുകോടി മനുഷ്യർ അവനോടൊപ്പം നടക്കുന്നത്. ലോകം മുഴുവൻ. നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കാം, പ്രോത്സാഹിപ്പിക്കാം, അവരെ എന്നും ചേർത്ത് പിടിക്കാം. ദമ്പതികളുടെ ഒരുമിച്ചുള്ള ഒരു 3 ദിവസത്തെ പ്രോഗ്രാമിൽ ദമ്പതികൾക്ക് കൊടുത്തൊരു ആക്ടിവിറ്റി ഓർക്കുകയാണ്. ഇങ്ങനെയാണ് പറഞ്ഞത്: ഭാര്യ ഭർത്താവിൻ്റെ പോസിറ്റീവ്സും ഭർത്താവ് ഭാര്യയുടെ പോസിറ്റീവ്സും എഴുതി പരസ്പരം കൈമാറുക. എന്നിട്ട് അതിലേറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. എല്ലാവരും ആലോചിച്ച് വളരെ മനോഹരമായിട്ട് എഴുതി. അതിൽ ഒരു ഭർത്താവ് കണ്ണുനീരോടെ പങ്കുവെച്ചത് ഓർക്കുകയാണ്. ഭാര്യ തൻ്റെ പോസിറ്റീവ്സ് എഴുതി കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. 13 വർഷം ഒരുമിച്ച് ജീവിച്ച ഭാര്യ എഴുതുകയാണ്: ഒന്നുമല്ലാതിരുന്ന എന്നെ, ഒരു പൊട്ടിപ്പെണ്ണായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന എന്നെ നിറയെ പ്രോത്സാഹനം നൽകി വളർത്തിയത് നിങ്ങളാണ്. അതുകൊണ്ട് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ, ഇനിയൊരു വിവാഹമുണ്ടെങ്കിൽ അത് നിങ്ങളോടൊത്ത് മാത്രമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര മനോഹരമാണ്! ഒന്നുമല്ലാതിരുന്ന എന്നെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്തത് ഭർത്താവാണെന്ന് തുറന്നു പറയാൻ മടി കാണിക്കാത്ത ഭാര്യ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പിരിയാൻ നമുക്ക് കഴിയില്ല എന്ന് പറയുന്ന ഭാര്യ. ഇതല്ലേ
നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരുമിച്ചുള്ള യാത്രകൾ, ഒരുമിച്ചുള്ള ജീവിത യാത്രകൾ ഒരിക്കലും പിരിയാൻ പറ്റാത്ത രീതിയിൽ സ്നേഹത്തിൻ്റെയും അഭിനന്ദനത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും ജീവിതയാത്രകളാവട്ടെ. അങ്ങനെ പരസ്പരം നമുക്ക് ചേർത്ത് പിടിക്കാം, കരുതാം. അങ്ങനെ മറ്റുള്ളവരെ ജീവിതത്തിൻ്റെ ശോഭയിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. പോസിറ്റീവ് വൈബ്സിൽ പുതിയ വീഡിയോയും അതിലെ ദൈവചിന്തയുമായി നിഷ ചേച്ചി റെഡിയാണ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. പലപ്പോഴും കുഞ്ഞുങ്ങളാണ് മുതിർന്നവരുടെ ഗുരുക്കന്മാർ. കുഞ്ഞുങ്ങളാണ് മുതിർന്നവരുടെ കണ്ണ് തുറപ്പിക്കാറ്. അത്തരമൊരു വീഡിയോയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. Okay, all right. I got it. We've got to do something about your father. I've had enough of his spilled food, noisy eating, mess. Come on, Dad. Let's be over there, all right? Come on. There you go. I got you. Okay. Sit down. You okay? Dinner's ready. Okay. Hey, buddy. What are you working on? I'm making a little bowl for you and Mommy to eat your food out of when I grow up, just like Grandpa does now. Hey, Dad. Why don't you come join us at the table? വാർദ്ധക്യത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ആദരവോടെയാണോ അതോ അവജ്ഞയോടുകൂടിയാണോ? നമ്മുടെ കൂടെയുള്ള വൃദ്ധരായ വ്യക്തികളെ നമുക്ക് എത്രമാത്രം ഉൾക്കൊള്ളുവാനും സ്നേഹിക്കാനും ആദരിക്കാനും കഴിയാറുണ്ട്? 6ഉം 60ഉം ഒരുപോലെയാണ് എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം എത്രത്തോളം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കാറുണ്ട്? ഒരു മനുഷ്യൻ അവൻ്റെ ലൈഫ് സ്പാനിൽ ഏറ്റവും ബലഹീനനായിരിക്കുന്നത് 2 ഘട്ടങ്ങളിലാണ്. ഒന്ന് അവൻ്റെ ശൈശവത്തിലും, രണ്ടാമത് അവൻ്റെ വാർദ്ധക്യത്തിലും. ഈ 2 ജീവിതാവസ്ഥകളിലും ഒരുപാട് സമാനതകൾ നമുക്ക് കാണാമെങ്കിലും ഇവയോടുള്ള മനോഭാവങ്ങൾ വിഭിന്നമായതുകൊണ്ടാണ് രണ്ടിനെയും ഒരേ സന്തോഷത്തോടെ നമുക്ക് ഉൾക്കൊള്ളാനോ അതിനനുസരിച്ച് പ്രതികരിക്കാനോ കഴിയാത്തത്. ശിശുക്കളുടെ നിസ്സഹായതയോട്, അവരുടെ ആവശ്യങ്ങളോട് വളരെ പോസിറ്റീവായി പ്രതികരിക്കുന്ന നമ്മൾ
സമാനമായ നിസ്സഹായതയിലൂടെ കടന്നു പോകുന്ന വൃദ്ധരായ വ്യക്തികളോട് അവഗണന കാണിക്കാറുണ്ട്. അവരോട് അവജ്ഞയോടെ പെരുമാറാറുണ്ട്. പലപ്പോഴും ഈ അവസ്ഥയിലൂടെയാണ് നാളെ നമ്മളും കടന്നു പോകേണ്ടത് എന്ന് ചിന്തിക്കാതെ ശിശുക്കളുടെ വൈകാരിക ആവശ്യങ്ങളോട് വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ് നമ്മൾ. അവരെ ഒറ്റയ്ക്കാക്കാൻ ഇഷ്ടപ്പെടാതെ എപ്പോഴും കൂടെയിരിക്കാനും പരിചരിക്കാനും സ്നേഹിക്കാനും അവരോട് സംസാരിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ വാർദ്ധക്യത്തിലെത്തിയവരുടെ ഭൗതിക കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നൊരു ചിന്ത നമുക്കുണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആവശ്യമുള്ള ഭൗതികമായ സാഹചര്യങ്ങൾ മാത്രം ഒരുക്കുകയും അവരെ അവഗണനയുടെ ഒറ്റപ്പെടലിൻ്റെ തുരുത്തുകളിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്യുന്നത്. വൃദ്ധസദനങ്ങളിലാക്കിയാൽ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള പണം അയച്ചു കൊടുത്താൽ എല്ലാമായി എന്ന ചിന്തയിൽ നമ്മൾ സ്വസ്ഥരായി കഴിയുന്നത്. ശിശുക്കളെ പോലെ തന്നെ ഭൗതിക ആവശ്യങ്ങളെക്കാൾ കൂടുതൽ വാർദ്ധക്യത്തിലെത്തിയവർക്ക് വൈകാരിക ആവശ്യങ്ങളുണ്ട്. ആരുടെയെങ്കിലും ഒരു കൂട്ട്, ആരുടെയെങ്കിലും ഒരു സാമീപ്യം, ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള ആഗ്രഹം, ഇതൊക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക. നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും നമ്മൾ കണ്ടുമുട്ടുന്ന വൃദ്ധരായ വ്യക്തികളോട്, അവരുടെ കുറവുകളോട് ഏതെങ്കിലും തരത്തിലുള്ള അസഹിഷ്ണുത നമ്മൾ പ്രകടിപ്പിക്കാറുണ്ടെങ്കിൽ, അവരെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇനി മുതൽ മറ്റൊരു കണ്ണിലൂടെ അവരെ കാണാനായി നമുക്ക് ശ്രമിക്കാം. കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു, അവരുടെ കുറവുകളെ നമ്മൾ എങ്ങനെ അവഗണിക്കുന്നു, അവരുടെ ബലഹീനതകളോട് നമ്മൾ എത്രത്തോളം സഹിഷ്ണുതയുള്ളവരായിരിക്കുന്നു, അതുപോലെ തന്നെ വൃദ്ധരായവരെയും ഒന്ന് കണ്ടു നോക്കാം. നിറവ് ഇവിടെ അവസാനിക്കുമ്പോൾ ദൈവം മഹത്വപ്പെടുന്നതിന് നാം ദൈവ തിരുമനസ്സിന് സ്വയം സമർപ്പിക്കപ്പെടുകയും ദൈവത്തോട് ഐക്യപ്പെടുകയും ചെയ്യാം. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർമ്മിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിറവിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഷാലോം ടെലിവിഷന്റെ പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുക. ഫോൺ 9605 818881.